കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? ഒരു ദിവസം കഴുതച്ചേട്ടൻ ഒരു തെങ്ങിൻ ചൂട്ടിൽ കിടന്ന് നല്ല ഉറക്കമായിരുന്നു. ഭൂമി പൊട്ടിപ്പിളരുന്ന വിധം ഒരു ശബ്ദം കേട്ട് പെട്ടെന്ന് അവൻ ഞെട്ടി ഉണർന്നു. അവിടുന്ന് ചാടി എഴുന്നേറ്റ് അവൻ ആവുന്നത്ര വേഗത്തിൽ ഓട്ടം തുടങ്ങി. ഓടുന്ന വഴിയിൽ ഒരു മുയലച്ചനെ കണ്ടു. കഴുതച്ചേട്ടൻ പറഞ്ഞു, ഇടാ മുയൽ കുഞ്ഞെ, ഓടി രക്ഷപ്പെട്ടോ. ഭൂമി രണ്ടായി പിളരുകയാണ്. ഭൂമി കുലുക്കത്തിന്റെ ശബ്ദം ഞാൻ കേട്ടു. ഇങ്ങനെ പറഞ്ഞ് കഴുതച്ചേട്ടൻ ഓടാൻ തുടങ്ങി. ഇത് കേട്ട സമയം തന്നെ മുയൽക്കുട്ടൻ പേടിച്ചു. മുയൽക്കുട്ടൻ പറഞ്ഞു, അയ്യോ, ഞാനും വരണേ, പോകല്ലേ. മുയലും കഴുതച്ചേട്ടന്റെ പുറകെ ഓടി. രണ്ടുപേരും കൂടി ഓടുന്ന വഴിയിൽ ഒരു കുറുക്കച്ചനെ കണ്ടു. ഉടൻ കഴുത പറഞ്ഞു, ഇടാ കുറുക്കച്ച, ഓടി രക്ഷപ്പെട്ടോ. ഭൂമി രണ്ടായി പിളരുകയാണ്. ഭൂമി കുലുക്കത്തിന്റെ ശബ്ദം ഞാൻ കേട്ടു. ഇതും പറഞ്ഞ് കഴുതയും മുയൽക്കുഞ്ഞും ഓടി. അയ്യോ, ഞാനും വരണേ എന്ന് പറഞ്ഞ് കുറുക്കച്ചനും പേടിച്ച് അവരോടൊപ്പം ഓടാൻ തുടങ്ങി. അങ്ങനെ അവർ 3 പേരും കൂടി പേടിച്ചോടുമ്പോൾ വഴിയിൽ വെച്ച് ആനച്ചേട്ടനെ കണ്ടു. ആനച്ചേട്ടാ, ഒട്ടും സമയമില്ല, ഓടി രക്ഷപ്പെട്ടോ. ഭൂമി പിളരുകയാണ്. ഭൂമി കുലുങ്ങിയ ശബ്ദം ഞാൻ കേട്ടു. കഴുത പറഞ്ഞു. ഇത് കേട്ട് ആനച്ചേട്ടനും പേടിച്ചു. യോ, പോകല്ലേ, ഞാനും വരണേ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൂടെ ആനച്ചേട്ടനും ഓടാൻ തുടങ്ങി. അങ്ങനെ അവർ പോകുന്ന വഴിക്ക് ഒരു പുലിയച്ചനെ കണ്ടു. ഉടൻ തന്നെ കഴുത പറഞ്ഞു, പുലിയമ്മാവ, ഓടിക്കോ, വേഗം ഓടിക്കോ. ഭൂമി രണ്ടായി പിളരുകയാണ്. ഭൂമി കുലുക്കത്തിന്റെ ശബ്ദം ഞാൻ കേട്ടു. ഇത് കേട്ട് പുലിയമ്മാവനും പേടിച്ചു. അയ്യോ, ഞാനും വരണേ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഒപ്പം പുലിയമ്മാവനും ഓടാൻ തുടങ്ങി. പോകുന്ന വഴിയിൽ പുൽമേടിൽ പുല്ല് തിന്നുകൊണ്ടിരുന്ന ഒരു മാൻകുട്ടിയെ കണ്ടു. കഴുതച്ചേട്ടൻ പറഞ്ഞു, മാൻകുട്ടി, ഓടിക്കോ, ഭൂമി പിളരുകയാണേ. ഭൂമി കുലുക്കത്തിന്റെ ശബ്ദം ഞാൻ കേട്ടു. ഇത് കേട്ട് മാൻകുട്ടിയും മറ്റു മൃഗങ്ങളോടൊപ്പം ഓടാൻ തുടങ്ങി. അങ്ങനെ കഴുതയും മുയലും കുറുക്കനും ആനയും പുലിയും മാനും എല്ലാവരും കൂടി പേടിച്ചോടുന്നത് മൃഗരാജാവായ സിംഹം കണ്ടു. ഏയ്, നിൽക്കവിടെ! എങ്ങോട്ടാണ് നിങ്ങൾ ഈ ഓടുന്നത്? പെട്ടെന്ന് എല്ലാവരും പേടിച്ച് നിന്നുപോയി. കഴുതച്ചേട്ടൻ പറഞ്ഞു, സിംഹരാജ, ഞാൻ ഉച്ചയ്ക്ക് തെങ്ങിന്റെ അടിയിൽ കിടന്ന് വിശ്രമിക്കുകയായിരുന്നു. നല്ല ഉറക്കത്തിലുമായിരുന്നു. പെട്ടെന്ന് ഒരു വലിയ ശബ്ദം കേട്ടു. ഞാൻ വിചാരിച്ചു ഭൂമി പിളരുകയാണെന്ന്. ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഇവരോടൊക്കെ പറഞ്ഞു. ഇവരും എന്റെ കൂടെ ഓടുകയാണ്. രക്ഷപ്പെടട്ടെ. സിംഹത്തിന് ചിരി വന്നു. ശരി, നീ കിടന്ന സ്ഥലം ഒന്ന് കാണിച്ചു താ. സിംഹരാജൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കഴുത തിരിച്ചു നടന്നു. ബാക്കി മൃഗങ്ങൾ പുറകെ. അങ്ങനെ എല്ലാവരും കൂടി കഴുതച്ചേട്ടൻ വിശ്രമിച്ച സ്ഥലത്തെത്തി. അവിടെ ചെന്ന് നോക്കിയപ്പോഴല്ലേ കണ്ടത് ആ തെങ്ങിന്റെ താഴെ തേങ്ങകൾ കുലകളായി കിടക്കുന്നു. മുകളിലേക്ക് നോക്കിയപ്പോൾ ഒരു കുരങ്ങച്ചനിരുന്ന് കരിക്ക് കുടിക്കുന്നതാണ് കണ്ടത്. സിംഹരാജൻ പറഞ്ഞു, തേങ്ങകൾ വീണപ്പോ നീ പേടിച്ചോടി. മറ്റു മൃഗങ്ങളെ പേടിപ്പിക്കുകയും ചെയ്തു. ഒന്നും ചിന്തിക്കാതെ ബാക്കിയുള്ളവരും കഴുതയുടെ പുറകെ ഓടി. ഇങ്ങനത്തെ പേടിത്തൊണ്ടന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് സിംഹരാജൻ നടന്നകന്നു. തന്റെ മണ്ടത്തരമോർത്ത് കഴുതയ്ക്ക് നാണം തോന്നി. കഴുതയെ പിന്തുടർന്നതോർത്ത് മറ്റു മൃഗങ്ങൾക്കും നാണം തോന്നി. കൂട്ടുകാരെ, മറ്റുള്ളവർ പറയുന്നത് അന്ധമായി വിശ്വസിച്ച് അവരെ പിന്തുടരരുത്. ഏത് കാര്യത്തിന്റെയും സത്യാവസ്ഥ നാം മനസ്സിലാക്കിയിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. Hello friends, if you like our videos, please subscribe to our channel.